ഗൈസ്, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയ്ക്ക് ഏറ്റവും വൃത്തികെട്ട ഒരു ഇൻഫെക്ഷൻ എന്താണെന്ന് അറിയോ? സൈനസ് ഇൻഫെക്ഷൻ. എൻ്റെ പൊന്നോ, ഇത് വന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് മൂക്കടഞ്ഞിരിക്കുന്നതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കാനും പറ്റില്ല. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും പറ്റില്ല. നമ്മുടെ സംസാരം മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഇവൻ എന്താടാ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യും. ഒരുമാതിരി വല്ലാത്ത അവസ്ഥയാണ്. ഈ കാണുന്നവരിൽ ആർക്കെങ്കിലും ഈ അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇതൊന്ന് മാറാൻ പെട്ടെന്ന് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ലെറ്റ് മീ ട്രൈ. ബട്ട് ദാറ്റ് ഡസൻറ്റ് സ്റ്റോപ്പ് us ഫ്രം മേക്കിംഗ് വീഡിയോസ്. ഏകദേശം ഒരു വർഷം ഉപയോഗിച്ച ശേഷം ഞാൻ എൻ്റെ iPhone 16 Pro ഒഴിവാക്കിയിട്ട് iPhone 17 Pro Maxലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളും iPhone 17 Pro Maxലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന 10 കാരണങ്ങൾ ഇത് നിങ്ങളുടെ പ്രയോറിറ്റി അല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യരുത്. ഈ പറയുന്ന 10 ഏകദേശം ഒരു 8 കാര്യങ്ങളെങ്കിലും നിങ്ങൾക്കുള്ളതാണ് എന്നുണ്ടെങ്കിൽ മാത്രം പോയി ഇതിന് തലവയ്ക്കുക. ഏകദേശം 10 കൊല്ലമായി ഞാൻ ഈ സ്പെക്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഈ സ്പെക്സ് അല്ല, സ്പെക്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ആൻഡ് യെസ്, ഐ ആം ഇൻ ദ റൈറ്റ് പ്രൊഫഷൻ. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ 8 മണിക്കൂറിന് ഉറക്കത്തിന് ശേഷം ബാക്കിയുള്ള 16 മണിക്കൂറിൽ ഏകദേശം 15 മണിക്കൂറെങ്കിലും എനിക്ക് സ്ക്രീൻ നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ട്. ആ 12 മണിക്കൂറിൽ ഏകദേശം 6 മണിക്കൂറെങ്കിലും സ്മാർട്ട് ഫോണിന്റെ സ്ക്രീൻ ആയിരിക്കും ഞാൻ നോക്കിയിരിക്കുന്നത്. ബിക്കോസ് ഐ ആം എ ടെക് കോണ്ടന്റ് ക്രിയേറ്റർ. പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി റിസർച്ച് ചെയ്യണം, അതിനെപ്പറ്റി പഠിക്കണം, അതിനെപ്പറ്റി സ്ക്രിപ്റ്റ് എഴുതണം, അതിനെപ്പറ്റി കോണ്ടന്റ് ഉണ്ടാക്കണം, അത് എഡിറ്റ് ചെയ്യണം, ഫോണിൽ കൂടെ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ കമന്റുകളൊക്കെ വായിക്കണം, ചിലപ്പോൾ നാട്ടുകാരെ തെറിയേക്കണം. സോ റീസൺ നമ്പർ 1, iPhone 17 Pro അല്ലെങ്കിൽ Pro Maxനകത്ത് നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് PWM എന്ന് സെർച്ച് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് PWM അഥവാ പൾസ് വിത്ത് മോഡുലേഷൻ ഓഫ് ചെയ്യാനായിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് അറിയാം, നിങ്ങളുടെ ഫോണിന്റെ AMOLED അല്ലെങ്കിൽ OLED സ്ക്രീൻ ആണെങ്കിൽ അതിന്റെ ബ്രൈറ്റ്നസ് കുറയുക എന്ന് പറയുന്നത് അതിന്റെ ഫ്ലിക്കറിംഗിന്റെ ഇന്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ആൻഡ് ഈ ഫ്ലിക്കറിംഗ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണിന് വളരെയധികം സ്ട്രെയിൻ കൊടുക്കും. സോ ഈ പൾസ് വിത്ത് മോഡുലേഷന് പകരം പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലിക്കറിംഗ് ഒഴിവാക്കി, ഐ സ്ട്രെയിൻ ഒഴിവാക്കി നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ആ ഒരു ഓപ്ഷൻ ഫൈനലി iPhone 17 Pro Max വന്നിട്ടുണ്ട്. സോ ലെസ്സർ ഐ സ്ട്രെയിൻ. ആൻഡ് ഐ സ്ട്രെയിൻ കൂട്ടുന്ന വേറൊരു സാധനം ഞാൻ ഒബ്സർവ് ചെയ്തത്, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഒരു ബ്ലാക്ക് സ്ക്രീൻ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ പറ്റില്ലേ? ആ റിഫ്ലക്ഷൻ എത്രത്തോളം കണ്ണിന് സ്ട്രെയിൻ തരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് S25 Ultraയിലേക്ക് ഞാൻ മാറിയ സമയത്താണ്. S25 Ultra ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ Pixel 10 Proയിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. നോട്ട് ജസ്റ്റ് ഫോർ ദ ഡിസ്പ്ലേ ക്വാളിറ്റി, റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഫൈനലി 17 Pro Maxലും നിങ്ങൾക്ക് ആ ഒരു സെറാമിക് ഷീൽഡ് 2 അഥവാ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് വന്നിട്ടുണ്ട്. അറിയാം, S25 Ultra പോലെ അത്ര എഫക്റ്റീവ് അല്ല എങ്കിലും സ്റ്റിൽ മച്ച് ബെറ്റർ ദാൻ 16 Pro. ബിക്കോസ് എനിവേ 16 Proയിൽ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഇല്ല, വിച്ച് മീൻസ് ഞാൻ ഫോൺ വാങ്ങിയപ്പോൾ തൊട്ട് തന്നെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സെറാമിക് ഷീൽഡ് 2 ഞാൻ ചെറിയൊരു ഗവർത്തിന്റെ വീഡിയോ കണ്ടു. നോർമലി കാണുന്ന പോലെ എല്ലാ സ്ക്രാച്ചസ് വരുന്നത് ലെവൽ 7ലാണ്. സ്ലൈറ്റ് സ്ക്രാച്ചസ്, ഡീപ്പർ സ്ക്രാച്ചസ് ലെവൽ 8ലൊക്കെയാണ് വരുന്നത്. വിച്ച് മീൻസ് ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി ഇത് സ്ക്രീൻ പ്രൊട്ടക്ടർ ഇല്ലാതെ യൂസ് ചെയ്യാം. എന്നാൽ മാത്രമേ ഈ ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങിന്റെ ആ ഒരു ഉപയോഗവും കിട്ടുള്ളൂ. റീസൺ നമ്പർ 3, ഇതിന്റെ ഫ്രണ്ടിലുള്ള സെന്റർ സ്റ്റേജ് ക്യാമറ. അഗൈൻ ഞാൻ പറയുവാണ്, ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചാണ്. പക്ഷേ അഗൈൻ iPhone 16 Proയിലെ ഫ്രണ്ട് ക്യാമറ വെറും 12 മെഗാപിക്സൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ ഷൂട്ട് ചെയ്യുന്ന അത്ര ക്വാളിറ്റി വരില്ല. എന്നെ നിയോൺ അൺഫിൽറ്റേർഡ് ചാനലിലുള്ള വ്ളോഗ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആൻഡ് ഓൾസോ കുറച്ച് ലോ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ഗ്രെയിനിയാണ്. പ്ലസ് വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോൺ ഇത് ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്യണം. വിച്ച് മീൻസ് പബ്ലിക്കിൽ അത് ഷൂട്ട് ചെയ്യുമ്പോൾ പല സമയത്തും നമ്മൾ ഷൂട്ട് ചെയ്യുവാണ് എന്ന് ആൾക്കാർക്ക് അത് മനസ്സിലാവുമ്പോൾ ആൾക്കാരൊക്കെ പെരുമാറ്റം മാറും, പ്രത്യേകിച്ചും ഷോപ്സിലൊക്കെ ആണെങ്കിൽ, ഈവൻ ദോ ഷൂട്ടിംഗ് അലൗഡ് ആണെങ്കിൽ പോലും. സോ ആ കാര്യത്തിൽ ദിസ് ഇസ് എ റിയലി ഗെയിം ചേഞ്ചർ. കാരണം ആ ഒരു 18 മെഗാപിക്സലിന്റെ സെൻട്രൽ സ്റ്റേജ് ക്യാമറ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ കോൾ സംസാരിക്കുന്ന പോലെ തന്നെ വെർട്ടിക്കൽ വീഡിയോസ് അല്ലാണ്ട് ഹൊറിസോണ്ടൽ വീഡിയോയും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ഞാനിങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റെബിലൈസേഷന് അപാരം ഫ്രണ്ട് ക്യാമറയിൽ പ്ലസ് 18 മെഗാപിക്സലിന് ഒരു ക്ലാരിറ്റി വ്യത്യാസം എല്ലാം കൊണ്ടും നൈറ്റ് ടൈമിലാണെങ്കിലും ഐ വുഡ് പ്രിഫർ ബെറ്റർ സെൽഫി ക്യാമറാസ്. എൻറ്റയർ 17 ലൈനപ്പിൽ ഇതുണ്ട്, 17 Pro Maxലും അതുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് യൂസ്ഫുൾ ആയ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ അതിൽ ബി റോൾസ് കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും ഞാൻ ഈ ഫോണ് ബെഞ്ചിമേലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബി റോളൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതെല്ലാം എടുക്കുന്നത് iPhone 16 Proയിലുള്ള 5x ടെലിഫോട്ടോ ക്യാമറ കൊണ്ടാണ്. പക്ഷേ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഈ പറയുന്ന 5xലുള്ള ബി റോൾസ് എല്ലാം ഞാൻ എടുക്കുന്നത് എപ്പോഴും ഔട്ട്ഡോറിലാണ്. ഇൻഡോറിൽ ഞാൻ സ്റ്റുഡിയോയിൽ വെച്ചുള്ള ഷോട്ട്സ് ഭയങ്കര കുറവായിരിക്കും. കാരണം എന്താ അറിയോ, ഇതിൻ്റെ ടെലിഫോട്ടോ ക്യാമറ 1 12 മെഗാപിക്സലാണ്, 2 5x ആണ്. 5x ആയതുകൊണ്ട് തന്നെ 1 മൈൽ ദൂരെ പോയിട്ട് വേണം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട്. കുറച്ചടുത്ത് പോയി കഴിഞ്ഞാൽ ഉടനെ പ്രൈമറി ക്യാമറ സ്വിച്ച് ചെയ്തിട്ട് ഡിജിറ്റൽ സൂം ചെയ്യും. രണ്ടാമത്തെ റീസൺ 12 മെഗാപിക്സൽ ആയതുകൊണ്ട് തന്നെ ഇറ്റ് നീഡ്സ് മോർ ലൈറ്റ്. ആ ഒരു കൂടുതൽ ലൈറ്റ് ഉണ്ടായാലേ ആ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഔട്ട്ഡോറിൽ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ വീഡിയോയ്ക്ക്. ഇൻഡോർസിൽ
ദൂരെ ഒന്ന് ഷൂട്ട് ചെയ്യുക ഇസ് നോട്ട് പ്രാക്ടിക്കൽ. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനും പാടാണ്. സോ ടെലിഫോട്ടോ ക്യാമറയിലെ അപ്ഗ്രേഡ് ഇസ് എ മസ്റ്റ് ഫോർ മീ. ആൻഡ് ഫൈനലി 17 Pro Maxൽ നിങ്ങൾക്ക് 4x ഉള്ള ഒരു 48 MP ടെലിഫോട്ടോ ക്യാമറ വിത്ത് 3D സ്റ്റെബിലൈസേഷൻ ആയതുകൊണ്ട് 5x പോലെ അത്രയും പുറകിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല കുറച്ചുകൂടി ബിഗറാണ്, കുറച്ചുകൂടി ബെറ്റർ സ്റ്റെബിലൈസേഷൻ ആയതുകൊണ്ട് ഇൻഡോർസിൽ പോലും എനിക്കത് കോൺഫിഡൻ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും, വിച്ച് മീൻസ് ദാറ്റ്സ് എ ബിഗ് ഡീൽ ഫോർ മീ. പ്ലസ് നേരത്തെ 5x മുകളിൽ നിങ്ങൾ സൂം ചെയ്ത് ഷൂട്ട് ചെയ്യുവാണെങ്കിൽ ഓൾറെഡി 12 MP ആണ് 5x, വീണ്ടും സൂം ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി കുറയും. ഇതിനകത്തുള്ള 4x ക്യാമറ 48 MP ആയതുകൊണ്ട് എനിക്ക് 8x ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും ആ ഒരു ക്ലാരിറ്റി ലോസ് വരുന്നില്ല. ഒരു ഒപ്റ്റിക്കൽ ക്വാളിറ്റിയിൽ തന്നെ 8x സൂം ചെയ്ത് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഐ എം ടോക്കിംഗ് അബൌട്ട് വീഡിയോസ് ബിക്കോസ് ഞാൻ കൂടുതൽ ഫോട്ടോസ് അല്ല എടുക്കാറ്. റീസൺ നമ്പർ 5, ആസ് ഐ വാസ് സെയിങ്, ഔട്ട്ഡോർസിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഞാൻ ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് iPhone 16 Proയിൽ കണ്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വെയിലാണെങ്കിൽ സ്ക്രീൻ പെട്ടെന്ന് ഡിമ്മാവും. സ്ക്രീൻ ഡിം. എൻ്റെ 17 വീഡിയോ, iPhone 17 റിവ്യൂ വീഡിയോ ഉണ്ടായാലും കൃത്യമായിട്ട് മനസ്സിലാവും 17 ഇങ്ങനെ കത്തി നിൽക്കുക ഡിസ്പ്ലേ. 16 അതിൻ്റെ ഡിമ്മായി ഒരു 5 മിനിറ്റ് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് 16 സ്ക്രീൻ ഡിമ്മാവും ചൂടാവുന്നത് കൊണ്ട്. ആൻഡ് അത് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 17 സീരീസിൽ ഞാൻ 17 തന്നെ ഡിമ്മാവുന്നത് കണ്ടില്ല. സോ ഒരു കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുള്ള 17 Pro Maxൽ ഡെഫിനറ്റ്ലി നല്ല ചൂടത്ത് നമ്മൾ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും കൂളിംഗ് നല്ലതുകൊണ്ടായതുകൊണ്ട് തന്നെ സ്ക്രീനിൻ്റെ ഡിസ്പ്ലേ ഡിം ആവുന്നത് കുറവായിരിക്കും. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് പുറത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാം. എന്ന് മാത്രമല്ല 16 Pro Maxനകത്തോ 16 Proയിനകത്തോ മാക്സിമം വരുന്നത് 2000 നിറ്റ്സിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ആണ്. 17 Pro Maxൽ നിങ്ങൾക്ക് 3000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. എഗെയിൻ ഔട്ട്ഡോറിൽ ഡിം ആവുക എന്ന് മാത്രമല്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്ലാരിറ്റിയിൽ കാണാനായിട്ട് പറ്റും, വിച്ച് മേക്സ് മൈ ഷൂട്ടിംഗ് പ്രോസസ് വെരി ഈസി. ആൻഡ് റീസൺ നമ്പർ 7, ഇത് എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട് ഈ റീസൺ പറയാനായിട്ട്. കാരണം എനിക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് തന്നുകൊണ്ടിരുന്ന ഒരു ഫോണാണ് 16 Pro. പക്ഷേ എഗെയിൻ iOS 18 ശേഷം iOS 26 അപ്ഡേറ്റ് ചെയ്തതിന് പിറകെ എനിക്ക് ബാറ്ററി ലൈഫ് നല്ലപോലെ കുറയാനായിട്ട് തുടങ്ങി. ആൻഡ് ദെൻ ഞാൻ നോക്കിയപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ ഒരു iPhone 16 സീരീസോ 15 സീരീസോ ഒക്കെ iOS 26 അപ്ഡേറ്റ് ചെയ്ത് പിന്നെ ബാറ്ററി നല്ലപോലെ പോകുന്നുണ്ട്. ആ ഒരു രീതിക്ക് എനിക്ക് ബാറ്ററി ബാക്കപ്പ് ക്രിട്ടിക്കൽ, എസ്പെഷ്യലി ഔട്ട്ഡോർ ഷൂട്ട്സ്, ഷോറൂം ഷൂട്ട്സ് ഒക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ബാറ്ററി ബാക്കപ്പ് എപ്പോഴും ചാർജറിൽ കുത്തി നടക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ 17 Pro Max യൂസ് ചെയ്തു ബിക്കോസ് ഡെഫിനറ്റ്ലി ദ ബിഗർ ബാറ്ററി ആൻഡ് യെസ് iOS 26 കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആണ്. കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള A19 Pro ചിപ്സെറ്റും ഉണ്ട്. ഓവറോൾ ബാറ്ററി ബാക്കപ്പ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്ന് മാത്രമല്ല 16 Pro കുറേ നേരം എടുക്കും ചാർജ് ചെയ്യാനായിട്ട്. 17 Pro Maxൽ നിങ്ങൾക്ക് ഫൈനലി 40 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വന്നിട്ടുണ്ട്. ബിഗർ ബാറ്ററി ഡെഫിനറ്റ്ലി നീഡ്സ് എ ഫാസ്റ്റർ ചാർജിങ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ മീ. ഐ നോ ഈ ഒരു 40 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് 4800 mAh ബാറ്ററിയൊക്കെ ആൻഡ്രോയിഡ് ഫാൻസ് കാണുമ്പോൾ ചിരിക്കും. വെൽ ദാറ്റ് ഈസ് ട്രൂ. ഒരു ആൻഡ്രോയിഡ് പെർസ്പെക്റ്റീവ് വെച്ച് അങ്ങനെ ഇതിനേക്കാളും കുട്ടി ഫോണായിട്ടുള്ള ഗൂഗിൾ പിക്സലിൽ നിങ്ങൾക്ക് 5100 mAh ബാറ്ററി ഉണ്ട്. ഇതിനകത്ത് 4800 mAh ഉള്ളൂ. ബട്ട് അഗെയിൻ ആസ് എ ഫോൺ ദാറ്റ് ഷിപ്സ് ഗ്ലോബലി എത്രയോ യൂണിറ്റ്സ് മൊത്തത്തിൽ വിൽക്കുന്നത് കൊണ്ട് ഒരു ചെറിയ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു അപ്ഗ്രേഡ് തന്നെയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഞാൻ 16 Proയിൽ കണ്ട ഒരു വിയേർഡ് ആയിട്ടുള്ള, എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, സ്ലൈറ്റ് ഡിഫറൻസ് ആണ്. എൻ്റെ ഒരു 400 Mbps നെറ്റിൻ്റെ കണക്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 16 Pro ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയാണ് ഫോൺ പിടിച്ച് നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു ബഫറിങ് ഇടയ്ക്ക് നമുക്ക് തോന്നും. അല്ലെങ്കിൽ സിഗ്നൽ സ്ട്രെങ്ത്, ഇപ്പോൾ താഴെയാണ് റൗട്ടർ ഇരിക്കുന്നത്, ഞാൻ മുകളിലാണ്, എനിക്ക് ഇത്ര സിഗ്നൽ സ്ട്രെങ്ത് ചിലപ്പോൾ കിട്ടില്ല. ബിക്കോസ് ഇതിൻ്റെ ആൻറ്റനാസ് ഒന്ന് സൈഡ്സിലാണ് ആൻഡ് നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അത് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. 17 Pro Maxൽ നിങ്ങൾക്ക് ആൻറ്റനയുടെ സെറ്റപ്പ് അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഒന്ന് യൂണി ബോഡി ആക്കിയിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഈ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ ചുറ്റുമായിട്ടാണ് നിങ്ങൾക്ക് ആൻറ്റന വന്നിരിക്കുന്നത്, സൈഡ് ലൈൻസ് കൂടാതെ. സോ നിങ്ങൾ ഇങ്ങനെ പിടിച്ച് വീഡിയോസ് കാണുന്ന സമയത്താണെങ്കിൽ പോലും ഇവിടുത്തെ ആൻറ്റനാസ് ആക്റ്റീവ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ റൂമിൽ പോലും നമ്മുടെ 17 Pro Maxൽ നല്ല ഒരു വൈഫൈ സിഗ്നൽ കിട്ടുന്നുണ്ട്, സ്പീഡ് കിട്ടുന്നുണ്ട് കമ്പയർഡ് ടു 16. ഇത് വൈഫൈയിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഈവൻ റിമോട്ട് ഏരിയാസിലാണെങ്കിൽ പോലും നെറ്റ്വർക്ക് റിസപ്ഷൻ കിട്ടാനായിട്ടും ഈ പുതിയ ആൻറ്റനാസ് സഹായിക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ അപ്ഗ്രേഡ്. റീസൺ നമ്പർ 9, ഓറഞ്ച് കളർ എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ റീസൺ ബിക്കോസ് കളർ എനിവേസ് ഡസ് നോട്ട് മാറ്റർ. നമ്മളൊരു കേസ് ഇട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഞാൻ ഇത് ഡെസേർട്ട് ടൈറ്റാനിയം കളറിലാണ് മേടിച്ചെങ്കിലും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇതിന് ഞാൻ ഇട്ട പച്ച കേസിനെ കുറിച്ചാണ് അന്വേഷിച്ചത്. സോ കളറിനേക്കാളും കേസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യെസ്, ദിസ് വീഡിയോ ഈസ് സ്പോൺസർഡ് ബൈ ഇന്ന കേസ് ബ്രാൻഡ് എന്നൊന്നും പറയാൻ ഒരു കേസ് ബ്രാൻഡും ഇല്ല. നല്ലൊരു കേസ് എവിടെ നിങ്ങൾ തന്നെ തപ്പിപ്പിടിച്ച് മേടിച്ചിടുക. ബിക്കോസ് ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് വീഡിയോസ്. ഈ ഒരു 16 അല്ല 17 Pro Maxന് ഇഷ്ടം പോലെ ഈ ഒരു വെയർ ആൻഡ് ടയർ ഇഷ്യൂസ് വരുന്നുണ്ട് ഇത്ര പെട്ടെന്ന് തന്നെ. ബിക്കോസ് അലുമിനിയം ആണ്, ടൈറ്റാനിയത്തിന് അത്ര സ്ട്രോങ് അല്ല എന്നുള്ളതുകൊണ്ട്. ഈ ഫോൺ വാങ്ങിയപ്പോൾ ഷോറൂമിൽ പെട്ടി എൻ്റെ കയ്യിൽ തന്നപ്പോൾ തന്നെ എൻ്റെ ഈ ഒരു 17 Pro Maxൽ ചെറിയ ഒരു സ്ക്രാച്ചസ് ഒക്കെ കാണുന്നുണ്ട്.
ഫോണിലല്ല, ബോക്സിൽ. ഇതൊരു വാണിംഗ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ അതിനേക്കാളും കൂടുതൽ എനിക്ക് ടെൻഷനുള്ള കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ഈ ഓറഞ്ച് കളറിലുള്ള 17 Pro Max റോസ് ഗോൾഡായി മാറുന്നുണ്ട്. മൊത്തത്തോടെ അല്ല, ഇവിടെ മാത്രമായിട്ട് മാറുന്നുണ്ടെന്ന് പറയുന്നു. എന്തായാലും ലോങ് ടേം റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉപയോഗിച്ചിട്ട് ഇത് റോസ് ഗോൾഡ് ആവുന്നുണ്ടോ, അത് വേറെ വല്ല ഗോൾഡ് ആവുന്നുണ്ടോ, കോപ്പർ ആവുന്നുണ്ടോ, ചെമ്പാവുന്നുണ്ടോ. ചെമ്പും കോപ്പറും സെയിം അല്ലേ? എനിവേ, സബ്സ്ക്രൈബ് ടു സീ ദി ലോങ് ടേം റിവ്യൂ. സോ ഈ പറഞ്ഞിരിക്കുന്ന റീസൺസ് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഫോർ മീ ഈസ് എ വാലിഡ് റീസൺ ടു അപ്ഗ്രേഡ് ഫ്രം 16 Pro to 17 Pro Max. പക്ഷേ ഒരു സാധാരണക്കാരന് ഈ പറഞ്ഞ 10 റീസൺസിൽ എത്ര എണ്ണം പ്രാക്ടിക്കലി നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവും എന്നുള്ളത് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം അപ്ഗ്രേഡ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് എല്ലാ കൊല്ലം അപ്ഗ്രേഡ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു. ഇഫ് യു ഹാവ് ദ മണി യു ക്യാൻ അപ്ഗ്രേഡ്, ഒരു കുഴപ്പമില്ല. ബട്ട് 16 Pro എൻ്റെ കയ്യിലുണ്ട്, 17 Pro Maxിലേക്കോ പ്രോയിലേക്കോ അപ്ഗ്രേഡ് ചെയ്യണോ എന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഇനി നിങ്ങൾ തീരുമാനിക്കുക മാറണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.